നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 2 വ്യാഴം രാശി മാറുമ്പോൾ വ്യാഴത്തോടൊപ്പം ശനിയും അനുഗ്രഹം ചൊരിയുന്ന രാശികളുണ്ട്. അത് 4, 5 രാശികളൊന്നുമില്ല, 2, 3 രാശികളൊന്നുമില്ല. ഒരൊറ്റ രാശിക്ക് മാത്രമാണ് അടുത്ത ഒരു വർഷം 365 ദിവസം ശനിയും വ്യാഴവും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഒരു രാശിയെ തന്നെ. ആകെ 12 രാശിയാണുള്ളത്. അതിൽ ഒരേ ഒരു രാശിക്ക് മാത്രമാണ് ഈ സൗഭാഗ്യം വരുന്നത്. ശനിയും വ്യാഴവും അനുകൂലമായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? നമ്മൾ ഇപ്പോൾ വ്യാഴം ജൂൺ 2 വെളുപ്പിന് 1:48 AM ഉച്ചരാശിയായ കർക്കിടകത്തിൽ ഹംസയോഗത്തോടുകൂടി വ്യാഴം എത്തുന്നത്. അപ്പോൾ അവർക്ക് സാധാരണ ഒരു വ്യാഴത്തിൻ്റെ ആനുകൂല്യമല്ല, ഹംസയോഗത്തോടുകൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അതോടൊപ്പം ശനിയും. അതൊരൊറ്റ രാശിക്ക് മാത്രമേ ഉള്ളൂ ആ അനുഗ്രഹങ്ങൾ. ഈ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ അനുഗ്രഹം ചൊരിയുന്നത് ഒരൊറ്റ രാശിക്ക് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദക്ഷിണ പോലെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ദയവായി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാനത് മറുപടി പറയാം. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഈ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? സർവകാര്യവിജയം, സർവവിധ സൗഭാഗ്യം. ഓക്കെ. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം, ഗൃഹലാഭം, വാഹനലാഭം, ആഭരണലാഭം. അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി. അങ്ങനെ ചുരുക്കത്തിലെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും, അതായത് അതിഭീമമായ ധനവരവ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഞങ്ങൾ പറയുന്നു, പക്ഷേ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടത് നടക്കണമെന്നില്ല. മറിച്ച് നിങ്ങളത് ശരിയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ നേട്ടങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ വെളിച്ചം ചാനലിൽ വിട്ടിരുന്ന അതിഭീമവും അതിഭയാനകവുമായിട്ടുള്ള ധനവരവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. നിങ്ങൾ ശരിയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ പ്രാർത്ഥിക്കണം. ഒന്നാമത് കൃത്യനിഷ്ഠ. ഉണരുന്നത് കൃത്യം, ഉറങ്ങുന്നത് കൃത്യം, ക്ഷേത്ര ദർശനങ്ങൾക്ക് പോകുന്നത് കൃത്യനിഷ്ഠ, അതുപോലെ തന്നെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. മന്ത്രജപങ്ങൾ, കൃത്യമായിട്ടുള്ള മുടങ്ങാതെയുള്ള മന്ത്രജപങ്ങൾ. അതുപോലെ തന്നെ പ്രാർത്ഥനാ നിരതരായിട്ട് കർമ്മനിരതരാവണം. അതുപോലെ ഈശ്വരന് ഇഷ്ടപ്പെടാത്തതൊന്നും ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ ദാനധർമാദികൾ ചെയ്യണം. അങ്ങനെ നിരവധി അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ ഭാഗ്യമൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ വെളിച്ചം ചാനൽ പറഞ്ഞു അതിഭീകരമായ ധനവരവൊക്കെ വരുന്നു, അതുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതി, കാശ് ഇവിടെ വരും, സമ്പത്തും ഐശ്വര്യവും എല്ലാം വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. മറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞങ്ങളുമായിട്ട് വാട്സാപ്പിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികളൊക്കെ പറഞ്ഞുതരാം. അത് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടാൽ അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ രാശിക്കാരാണ്? സസ്പെൻസാണ്. ഓക്കെ. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ആ രാശിക്ക് നേരത്തെ തന്നെ ശനി അനുകൂലമാണ്. നേരത്തെ തന്നെ ആ ശനി അനുകൂലമാണ് അവർക്ക്. കൂടാതെ ഇനി ഒരു 1.25 വർഷം കൂടെ ശനി അനുകൂലമായിരിക്കും. അപ്പോൾ അതേ സമയത്ത് തന്നെ അതേ കാലയളവിൽ തന്നെ വ്യാഴവും അനുകൂലമായിട്ട് വരികയാണ്. ആ രാശിയാണ് മകരം രാശി. മകരം രാശിക്ക് മാത്രമാണ് ഈ സൗഭാഗ്യം അടുത്ത 365 ദിവസം ഉള്ളത്. ബോധപൂർവം, ബുദ്ധിപൂർവം, വിവേകപൂർവം, കൗശലപൂർവം ഈ സന്ദർഭം ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ ശനിയും വ്യാഴവും മാത്രമല്ല, ഈ കാലയളവിൽ, ഈ ഒരു വർഷ കാലയളവിനിടയിൽ നിരവധി ഗ്രഹങ്ങൾ, മറ്റ് ഗ്രഹങ്ങളും അനുകൂലമായി വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ഞങ്ങളുടെ ചാനലിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതുമാത്രമല്ല, ഞങ്ങൾ ഏകദേശം 2 ദിവസം കൂടുമ്പോൾ ഇടുന്ന ദിനഫലം, രാശിഫലം കൃത്യമായി ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ മകരം രാശിക്ക് മാത്രമല്ല, മകരം ലഗ്നക്കാർക്ക് നേട്ടമാണ്. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ മകരവുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര വരാൻ പോവുകയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. അപ്പോൾ മകരം രാശിക്കാർക്ക് ശനിയും വ്യാഴവും അനുകൂലമാകുന്നു ഒരു വർഷക്കാലം. മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമായിട്ട് വരും. അപ്പോൾ കൂടുതൽ നേട്ടമാണ്. അപ്പോൾ മകരം രാശിക്ക് മാത്രമല്ല, വെളിച്ചച്ചാലിൻ്റെ എല്ലാവിധ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.